നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോബി മഞ്ചൂരിയനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം ഫ്ലവറോളം ഉണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. ലേശം മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഫ്ലവറൊക്കെ നമ്മൾ അവിടെ ചൂടുവെള്ളത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സവാള നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതുകൂടെ വെളുത്തുള്ളി 2 കഷ്ണം ഇഞ്ചി ഇതുകൂടെ നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞത് മാറ്റി വെക്കാം. 2 പച്ചമുളക് കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ഫ്ലവർ നല്ലപോലെ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. ഫ്ലവർ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ മൈദ, ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, കുറച്ച് വെള്ളം മതി. ഈ ഫ്ലവറിലതൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നമുക്കിത് കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമ്മളിത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തിടാം. അപ്പോൾ നമുക്കത് വറക്കാൻ ആയിട്ട് ആവശ്യമുള്ള സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് ഫ്ലവർ വറുത്തിടാം. അപ്പോൾ നമുക്ക് ഫ്ലവർ ഒന്ന് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റിയേക്കാം. ഗ്രേവി നമുക്ക് റെഡിയായിട്ട് എടുക്കാം.
അപ്പോൾ നമുക്ക് നേരത്തെ ആ വറുത്ത് വെച്ച ഓയിൽ ലേശം നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒഴിക്കും. പിന്നെ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത ശേഷം നമുക്ക് സവാള ഇടാം. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതാണ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്ന് വഴറ്റണ്ട, കുറച്ചൊന്ന് 4-5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒരു 4 സ്പൂൺ, ടൊമാറ്റോ സോസ്, കുറച്ച് ചില്ലി സോസ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ശകലം ഉപ്പ് പൊടി, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിന് വെള്ളം, പച്ചവെള്ളമാണ് മതിയാവും. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്തൊരു ശകലം കോൺഫ്ലവർ കലക്കിയതാണ് ലേശം ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ, വറുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ 2-3 മിനിറ്റോളം ഒന്ന് നല്ലപോലെ തിളയ്ക്കണം. ലേശം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീടുകളിൽ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും